हेलो बच्चों, नमस्कार। आप सभी का फिर से स्वागत है मेरे यूट्यूब चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है मीठा संतरा। इसके रचयिता हैं यायावर। ये एक संस्मरण है जिसमें लेखक अपने यादों के बारे में हमें बताते हैं। तो अब बिना वक्त गवाए हम एक വീഡിയോ की ओर जाएंगे। ഹായ് കുട്ടികളെ, നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ ഇ ഫോർ എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് മീഠ സന്തറ. ഇത് ഒരു എന്താണ് പറയുക ഓർമ്മക്കുറിപ്പാണ്. ഇത് എന്താണ് പറയുക ലേഖക അയാളുടെ ഓർമ്മകളെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ ഒട്ടും സമയം കളയാതെ ഒരു വീഡിയോയിലേക്ക് പോവാം. वो लोरी रातों में, वो नरमी हाथों में, वो चाहत आँखों में, वो चिंता बातों में, बिगड़ना ऊपर से, मोहब्बत अंदर से। तो बच्चों, आप लोगों ने वीडियो देखा, आप लोगों को वीडियो पसंद आया, आप लोगों को आपका बचपन की यादें ताज़ा हो गई होगी, है ना? അപ്പോൾ കുട്ടികളെ, നിങ്ങൾ വീഡിയോ കണ്ടോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഇനി നമ്മൾക്ക് പാഠഭാഗത്തേക്ക് പോവുക. पाठ का नाम मीठा संतरा. इसके लेखक हैं यायावर. പാഠത്തിൻ്റെ പേര് മീഠാ സന്തറ. ഇത് എഴുതിയത് यायावर എന്ന് പറഞ്ഞ വ്യക്തിയാണ്. मैं जब भी शिलोंग में बिताए दिनों का याद करता हूँ तो मुझे बूढ़ी गंगा याद आती है. ലേഖകൻ പറയാണ്, ഞാൻ എപ്പോഴും ഷിലോങ്ങിൽ ഞാൻ ചിലവാക്കിയ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇക്ക വയസ്സായ കച്ചവടക്കാരിയെ ഓർമ്മ വരും. വഹാ മേ മൽക്കി ഹിൽസ് മേ രഹതാ ഥാ. അവിടെ മൽക്കി ഹിൽസിലായിരുന്നു നമ്മളുടെ എഴുത്തുകാരൻ താമസിച്ചായിരുന്നു. वो हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती थी. അവിടെ ആ വയസ്സായ കച്ചവടക്കാരി എന്താണ് ഗുമട്ടിമേ ബാറ്റി. ഗുമട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പീടികയിലിരുന്നിട്ട് മൗസമി ഫൽ ബേസിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പഴങ്ങൾ വിട്ടാർന്നു എന്നാണ് പറയുന്നത്. സന്തരെ, സന്തരെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. കേലെ, കേലെ പഴങ്ങൾ. പ്ലം, പൈനാപ്പിൾ. വ ഉബിലെ ശക്കരക്കന്, അതേപോലെ തന്നെ ചൂടാക്കിയ ചക്കരക്കിഴങ്ങ്. ബിസ്കുട്ട്, ചോക്ലേറ്റ്. വ പെപ്പർമിൻറ്റ്, അതേപോലെ തന്നെ പെപ്പർമിൻറ്റ്. സ്കൂളി ബച്ചേഴ്സ്ക്ക് നിയമിത് ഗ്രാഹക് थे. സ്കൂൾ കുട്ടികളായിരുന്നു അവിടുത്തെ സ്ഥിരം എന്താണ് കസ്റ്റമേഴ്സ്. ഗ്രാഹക് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്. मैं भी उधर से जाते आते उस दुकान से कुछ ना कुछ खरीदता. അപ്പോൾ ലേഖകനും അതേനെ പോവുമ്പോൾ കടയിലൂടെ പോവുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങും. തോടി ഗപ് സബ് ബി കർത്ത, കുറച്ചൊക്കെ വർത്താനം അങ്ങനെ കുശലം പറയലൊക്കെ ചെയ്തായിരുന്നു അറിയാം. കബി കബി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബാറ്റി ഹുയി ഹോത്തി. ചിലപ്പോഴൊക്കെ വയസ്സായ കച്ചവടക്കാരുടെ ഒപ്പം അവളുടെ പേരക്കുട്ടി അവിടെ ഇരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഏക് ദിൻ മേ ഗഡ് ലോടത്തെ സമയ ഉദർ സെ ഗുജറ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അതേനെ പോയ കടയിലൂടെ പോയിന്നറിയാം. ഉസ്സെ ഗപ്സപ്പ് കർണേക്കിലെ ടെഹർ ഗയ. അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാമല്ലോ വെച്ചിട്ട് അവിടേക്ക് പോയി. മേനെ ഉസ്സെ പൂച്ച, ഞാൻ ചോദിച്ചു, സന്തറ മീഠാ ഹേ, ഓറഞ്ചിന് മധുരമുണ്ടോ? ഉസ്നെ കഹാ ബഹുത് മീഠ. ആ എന്താണ് വളരെയധികം മധുരമുള്ളതാണ്. മഗർ ജബ് മേനെ വഹി സഹാൽ ദുഹറായ തോ ബോലി. ഞാൻ അതേ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ ദുഹറായ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ചപ്പോൾ മീഠ ഹേ തോ ക്യൂ നഹീ മീഠ ഹോഗ. ഓറഞ്ചിന് പിന്നെ മധുരല്ലേ ഉണ്ടാവുക, മധുരം ഉണ്ടെങ്കിൽ പിന്നെ മധുരം തന്നെയല്ലേ ഉണ്ടാവുകയെന്ന് അവള് പറയാം. കിത്നി ചീനി ഡാലി. അപ്പം ഞാൻ ചോദിക്കണേ എത്ര പഞ്ചസാര ചേർത്തു? മേനെ പൂച്ച. ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര. മേനെ പൂച്ച, ഞാൻ ചോദിച്ചു. ഓ സമജ് ഗൈ കി മേ മജാ കറാ ഥാ. അപ്പോൾ ആ പേരക്കുട്ടിക്ക് മനസ്സിലായി എന്താണ് ഞാൻ ഇങ്ങനെ വെറുതെ എന്താണ് കുസൃതിത്രം കാണിക്കുകയാണ്, ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് ചെയ്യുകയാണ്. ബോലി ഏക് പവ. അപ്പോൾ അവള് പറഞ്ഞു എന്താണ് പറഞ്ഞ് കാൽഭാഗം. ഏക് പവ എന്ന് പറഞ്ഞാൽ കാൽഭാഗം. मैंने कहा एक पवा चीनी में तो ज़्यादा मीठा नहीं होगा. കാൽഭാഗം പഞ്ചസാര ചേർത്തിയാൽ പിന്നെ ഓറഞ്ചിന് വലിയ മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരെന്ത് പറഞ്ഞു?
वह हंसते हुए 2 उंगलियां दिखाकर അവള് ചിരിച്ചും കൊണ്ട് 2 വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദോ പവ എന്താണ് പറഞ്ഞേ. അപ്പോൾ 2 വിരലുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവള് പറഞ്ഞു അരക്കിലോ. തബ് തോ ജറൂർ മീഠാ ഹോഗാ. അപ്പൊ എന്ത് പറഞ്ഞു, അപ്പൊ എന്തായാലും മധുരം ഉണ്ടാവും. मैंने उससे कुछ संतरे खरीदे और घर चला गया. ലേഖകൻ കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. कुछ समय बाद मैंने शिलोंग छोड़ दिया और फिर बरसों मेरा उधर जाना नहीं हुआ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ ലേഖകൻ शिलोंग വിട്ട് പോയി. और बरसों मेरा उधर जाना नहीं हुआ. പിന്നെ കുറേ കാലത്തേക്ക് शिलोंगिലേക്ക് മടങ്ങി വന്നില്ല. लगभग 20 साल बाद मैं फिर शिलोंग गया. ഏകദേശം 20 കൊല്ലങ്ങൾക്ക് ശേഷം 20 साल बाद 20 കൊല്ലങ്ങൾക്ക് ശേഷം ലേഖകൻ വീണ്ടും शिलोंगिലേക്ക് പോയി. मुझे उस बूढ़ी कांगा की ലേഖകന് ആ വയസ്സായ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. ഉസ്സെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പहुंचा. അപ്പോൾ വയസ്സായ കച്ചവടക്കാരിയെ കാണാച്ചിട്ട് വീണ്ടും മൽക്കി ഹിൽസിലേക്ക് പോയി. ഉസി ജഗ ജഹാ വോ ഛോട്ടി സി ഗുംട്ടി മേ ബൈഠി ഹുയി ഫൽ ബേ. അതേ സ്ഥലത്തേക്ക് എവിടെ ഒരു ചെറിയ പെട്ടിക്കടയിൽ ഇരുന്നിട്ട് പഴങ്ങൾ വിറ്റാർന്ന ആ സ്ഥലത്തേക്ക്. ദുക്കാൻ തോ വഹീൻ थी. ആ കട അവിടെ അതേപോലെ ഉണ്ടായിരുന്നു. മഗർ വോ വൃദ്ധ കഹീ നസർ नहीं. പക്ഷേ ആ വയസ്സായ സ്ത്രീ എവിടെയും എന്താണ് കണ്ടില്ല എന്നറിയാം. വഹാ ഏക് യുവതി ബൈഠി. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ പാസ് ഉസ്കി ഛോട്ടി സി ലड़की भी बैठी. ആ പെൺകുട്ടിക്ക് അടുത്ത് തന്നെ അവളുടെ ചെറിയ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ദുക്കാൻ വൈസേ ഹി था जैसे वो अब से 20 എന്താണ് കടയ്ക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായില്ല. 20 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെയായിരുന്നു ഇപ്പോഴും കട. मैंने उस कांगा से उस बूढ़ी महिला के बारे में पूछा. ഞാൻ ആ കച്ചവടക്കാരിയുടെ അടുത്ത് എന്താണ് ആ വയസ്സായ സ്ത്രീനെ കുറിച്ച് ചോദിച്ചു. പതാ ചലാ വോ ഉസ്കി നാനി थी. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ആ കുട്ടിയുടെ മുത്തശ്ശിയായിരുന്നു. कुछ समय गपशप कर चलते समय संतरा लेने के ख्याल से हमेशा की तरफ से पूछा. കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് എന്താണ് പറയുക അവിടെ നിന്ന് പോകാൻ സമയത്ത് ഓറഞ്ച് വാങ്ങാച്ചിട്ട് അയാളോട് വീണ്ടും ചോദിച്ചു. മീഠാ ഹേ. ഓറഞ്ച് മധുരമുണ്ട്. ഓ ബോലി ബഹുത് മീഠാ ഹേ. വളരെയധികം മധുരമുണ്ട്. മഗർ ജബ് मैंने वही प्रश्न दोहराया. നാം വീണ്ടും ആ ചോദ്യം ചോദിച്ചപ്പോൾ वो थोड़ा नाराज होकर बोली. കുറച്ച് ദേഷ്യം ഒന്നും കൊണ്ട് പറഞ്ഞു. മീഠാ ഹേ തോ ക്യൂ നഹീ മീഠാ ഹോഗാ. പിന്നെ ഓറഞ്ച് മധുരം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടാവില്ലേ. मैंने ബർസോ പുറാന സവാൽ ഫിർ ഉछाला. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും എടുത്തിട്ടു. ഉछाला എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തിടുക. കിത്നി ചീനി ഡാലി. എത്ര പഞ്ചസാര ചേർത്തു. ഓ മുസ്കറാക്കർ ബോലി. അവൾ പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ഏക് പവ. കാൽ ഭാഗം. मैंने कहा इतने में तो मीठा नहीं होगा. ഞാൻ പറഞ്ഞു ഇത്രയും പഞ്ചസാരയിൽ ഓറഞ്ചിന് മധുരം ഉണ്ടാവില്ലല്ലോ. ഓ ഹസ്നെ ലഗി. അവൾ ചിരിക്കാൻ തുടങ്ങി. ഫിർ 2 ഉംഗലിയാ ദിഖാക്കർ ബോലി. വീണ്ടും 2 പേരെ ചോദിച്ചു. 2 പവ അരക്കിലോ. സുൻകർ മുജേ ബി ഹസിയാ. ഇത് കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. തബ് തോ ജറൂർ മീഠാ ഹോഗാ. അപ്പം എന്തായാലും ഓറഞ്ച് മധുരം ഉണ്ടാവും. मैंने संतरे लिया और पैसे उसकी तरफ बढ़ा दिए. ഞാൻ ഓറഞ്ച് വാങ്ങി. ലേഖകൻ പറയാം ഞാൻ ഓറഞ്ച് വാങ്ങി പൈസ കൊടുക്കണം. മगर उसने पैसे लेने से इनकार कर दिया. പക്ഷെ അവൾ പൈസ വാങ്ങിയില്ല. शायद उसने मुझे पहचान लिया था. ലേഖകൻ പറയും ഒരു പക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായി. मैंने भी उस परी जैसी नन्ही सी लड़की को पहचान लिया था. ഞാനും ആ എന്താണ് യുവതിയെ അല്ലേ ആ എന്താണ് പറയുക പരി ജയസെ. പരി എന്ന് പറഞ്ഞാൽ മാലാഖയെ പോലത്തെ ആ പെൺകുട്ടിയെ എന്താണ് മനസ്സിലാക്കി. ജോ അപ്നി നാനി കെ പാസ് ബാറ്റി ഹോട്ടി ടി. അവളെപ്പോഴും ഞാൻ അവിടെ പണ്ട് പോകുമ്പോൾ അല്ലേ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോൾ അവൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ മനസ്സിലേക്ക് ഓർമ്മകൾ വരികയാണ്. അപ്പോൾ ഇതൊരു ഓർമ്മകളെ കുറിച്ചിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ പാഠഭാഗമൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മാഷ് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി വരുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതുക.